മാധ്യമ പഠനകേന്ദ്രം റീൽ ആൻഡ് റീഡ് വാർത്തകൾ. ഈ വർഷത്തെ സത്യജിത് റായ് സ്മൃതി പുരസ്കാര അവാർഡുകൾ സമ്മാനിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ പഠനകേന്ദ്രം സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാർ IAS അവാർഡുകൾ വിതരണം ചെയ്തു. നിശബ്ദതയുടെ ആഴവും സൗന്ദര്യവും സിനിമയിലൂടെ അനുഭവിപ്പിക്കുകയും ചെറിയ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് തന്റെ സൃഷ്ടികളിൽ വലിയ ഇടം നൽകുകയും ചെയ്ത കലാകാരനായിരുന്നു റായ് എന്നും അദ്ദേഹം അനുസ്മരിച്ചു. കൾച്ചറൽ ഐക്കോൺ അവാർഡ് 2026 സൂര്യകൃഷ്ണമൂർത്തി ഏറ്റുവാങ്ങി. ഒരിക്കൽ സത്യജിത് റായ് ചെന്നൈയിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവം സൂര്യകൃഷ്ണമൂർത്തി ഓർമ്മിച്ചു. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്ന അദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ തിരിച്ചറിയുകയും അദ്ദേഹത്തോട് വിശേഷണം ചോദിക്കുകയും ചെയ്തു. തന്റെ ഒരു സിനിമ പോലും തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാതിരുന്നിട്ടും ഒരു സാധാരണക്കാരൻ തന്നെ തിരിച്ചറിഞ്ഞത് റായിയെ അത്ഭുതപ്പെടുത്തി. കൂടാതെ ബംഗാളിലെ വീട്ടമ്മമാരെക്കാൾ കൂടുതൽ തന്റെ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തെ വീട്ടമ്മമാർക്ക് അറിവുണ്ടായിരുന്നു എന്നതും അദ്ദേഹത്തിന് മറ്റൊരു അത്ഭുതമാണെന്നും പഴയകാല ഓർമ്മകൾ സൂര്യകൃഷ്ണമൂർത്തി പങ്കുവച്ചു സംസാരിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2026 പ്രശസ്ത സംവിധായകനായ ജയരാജ് ഏറ്റുവാങ്ങി. തന്റെ ചലച്ചിത്ര ജീവിതത്തിലെ നാഴികക്കല്ലായ കരുണം എന്ന ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം വികാരാധീനനായി സംസാരിച്ചു. മനുഷ്യരിലെ 8 രസങ്ങളെയും തന്റെ സൃഷ്ടികളിലൂടെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശൃംഗാരം തന്റെ സർഗാത്മക ബോധ്യത്തിനനുസരിച്ച് പൂർണ്ണമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. വരും കാലങ്ങളിൽ ഈ രസത്തിന് പൂർണ്ണത നൽകുന്ന ഒരു സൃഷ്ടി പുറത്തിറക്കാനാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവാഗത പ്രതിഭയ്ക്കുള്ള പ്രോമിസിംഗ് ടാലന്റ് അവാർഡ് 2026 സംവിധായകനായ ഷെറിൻ ഗോവിന്ദ് ഏറ്റുവാങ്ങി. ജയരാജിന്റെ വിദ്യാർത്ഥിയായും സഹസംവിധായകനായും പ്രവർത്തിച്ച കാലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഷെറി ഗോവിന്ദ് പങ്കുവച്ച് സംസാരിച്ചു. മമ്മൂട്ടി എന്ന നടനെ ഏറ്റവും മനോഹരമായി സ്ക്രീനിലെത്തിച്ച സംവിധായകൻ ജയരാജാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാധ്യമ പഠനകേന്ദ്രം പ്രസിഡന്റ് MF തോമസ് അധ്യക്ഷനായ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യ ചലച്ചിത്ര നിരൂപകനും ഗ്രന്ഥകർത്താവുമായ PS പ്രദീപ് സത്യജിത് റായ് അനുസ്മരണ പ്രഭാഷണം നടത്തി. PSC അംഗവും നോവലിസ്റ്റുമായ ഡോക്ടർ CK ഷാജിബ് സത്യജിത് റായ് സിനിമകളും തന്റെ ബാല്യകാല അനുസ്മരണകളും പങ്കുവച്ചു വിശദമായി സംസാരിച്ചു. മാധ്യമ പഠനകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഷിറാസ് ഖാൻ നന്ദി പറഞ്ഞു. ശ്രീ K ജയകുമാർ IASന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും. ഒരുപാട് പേര് സംസാരിച്ചു, ഇനിയും സംസാരിക്കാനുണ്ട്. സമയം കുറച്ച് വൈകി, അപ്രതീക്ഷിതമായ മഴ, അങ്ങനെല്ലാം കൊണ്ടും നേരത്തെ പരിപാടി അവസാനിപ്പിക്കണമെന്നൊരു ചിന്ത എന്നെയും പിടികൂടിയിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിൽ എത്ര സംസാരിച്ചാലും ആർക്കും മതിയാവുകയില്ല. അതാണ് വിഷയം, അതാണ് പ്രശ്നം. ശങ്കർ വളരെ ചുരുക്കിയ വാക്കുകളിൽ സംസാരിക്കാമെന്ന് കയറിയിട്ട് അവസാനം വളരെ കഷ്ടപ്പെട്ട് നിർത്തിയത് ഞങ്ങൾ കണ്ടതാണ്. എല്ലാവരുടെ കാര്യം അത് തന്നെയാണ്. ഇവിടെ സംസാരിച്ചവരൊക്കെ തന്നെ അസംതൃപ്ത ആത്മാക്കളായിട്ടാണ് ഇറങ്ങിയത് എന്നാണ്. കാരണം സത്യജിത് റായിയെ പോലൊരു ഫിലിം മേക്കറെ കുറിച്ച്, ഒരു ലെജൻഡിനെ കുറിച്ച്, ഒരു ഐക്കണിനെ പറ്റി നമുക്ക് എത്ര പറഞ്ഞാലാണ് നമുക്ക് തൃപ്തിയുണ്ടാവും. പറയുന്നതോട് നമുക്ക് സന്തോഷം കൂടും. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമകളെ പറ്റിയൊന്നും പറയാൻ ഞാൻ പ്രാപ്തനല്ല. ശങ്കർ പറഞ്ഞതുപോലെ ആ കാലത്ത് ഞാനും പട്ടം കൽപ്പനയിൽ ഇവിടെ ഏത് സംഘടനയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവിടെ രാവിലെ മോർണിംഗ് ഷോയാണ് കാണുക. മാസിൻ്റെ ആയിരുന്നിരിക്കണം. അവിടെ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ പോവും. റായിയുടെ പടങ്ങളൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട്. സത്യജിത് റായിയുടെ പടങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ പ്രധാനപ്പെട്ട ആദ്യകാല പടങ്ങളൊക്കെ തന്നെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയും സിനിമ, അങ്ങനെയുമുണ്ട് സിനിമ, അങ്ങനെയാണ് സിനിമ എന്നൊക്കെ നമുക്ക്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ അച്ഛനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യധാര സിനിമയുടെ ഭാഗമായിരിക്കുമ്പോഴും നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതാണെങ്കിലും അല്ലാതെ ഒരു സിനിമാ ധാരയുണ്ട് എന്ന് ഒരു അവബോധം തുടക്കത്തിലേ ഉണ്ടാക്കാൻ ഈ പട്ടം കൽപ്പനയിലെ അതുപോലെ തന്നെ ടാഗോർ തിയേറ്ററിലെയും ഒക്കെ ഫിലിം ക്ലബ്ബുകളുടെ
ഷോകൾ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ഇപ്പം ഞാൻ പണ്ടൊക്കെ ഫിലിം ആദ്യം കാണുന്നത് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമൊന്നും വാസ്തവത്തിൽ ഈ വലിയ പടങ്ങളുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നീടാണ് പതുക്കെ പതുക്കെ ഒരു ലിറ്ററസിയാണ്. ഞാൻ മാത്രമല്ല, ഞാനും ശങ്കറുമൊക്കെ അടങ്ങുന്ന തലമുറയിലെ എത്രയോ ആളുകൾ ഇന്ന് സപ്തതിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളൊക്കെ ഒരു സിനിമ ലിറ്ററസി, സിനിമ ആസ്വദിക്കേണ്ടത് എങ്ങനെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മഹാന്മാരായിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മധുരീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഒരു ജീവിതത്തിനൊരു പർപ്പസ് തന്നെ തന്നു. സൂര്യകൃഷ്ണമൂർത്തിയെ പറ്റി 2 വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല. ഇവിടെ പറഞ്ഞു, അദ്ദേഹം ഒരുപക്ഷെ കൃഷ്ണമൂർത്തി തിരുവനന്തപുരം നഗരത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, സാംസ്കാരിക സംഭാവനകൾ, അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മൂർത്തി എപ്പോഴും അവിടെയുണ്ട്, സൂര്യനുണ്ട്, വീട്ടിലുണ്ട്. സൂര്യ ഫെസ്റ്റിവൽ കൃത്യമായി നടക്കുന്നു. ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുന്നത് സൂര്യയിലൂടെ മാത്രമാണ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ എല്ലാം കാണുന്നത്. അമൂർത്തമായിട്ടുള്ള നാമങ്ങളായിരുന്നവരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ സമൂർത്തമായി വരികയും പെർഫോം ചെയ്യുകയും ചില സന്ദർഭങ്ങളിലൊക്കെ അവരോടൊപ്പം വൈകുന്നേരം കാണാനുമൊക്കെ സന്ദർഭം ഉണ്ടാക്കിയത് മൂർത്തിയാണ്. തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉണർവിന് സൂര്യ എന്ന് പറയുന്ന സംഘടനയും കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയും കാലാകാലങ്ങളായി നടത്തിയിട്ടുള്ള സംഭാവനകളെ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമ്മൾ അത്ഭുത പരതന്ത്രരായി പോകുമെന്നുള്ളതാണ് വാസ്തവം. സാംസ്കാരികമായ കാര്യങ്ങൾ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധ്യമല്ല. അതൊരു ഫീലിംഗ് ആണ്, അതൊരു മനസ്സിലെവിടെ ഉണ്ടാകുന്ന ഒരു അവബോധമാണ്. അതിനെ നമുക്ക് ഇത്ര യൂണിറ്റുകളായിട്ടൊന്നും നമുക്ക് കണക്ക് കൂട്ടി പറയാൻ സാധ്യമല്ല. പക്ഷേ 70കളിൽ അല്ലെങ്കിൽ 80കളിലൊക്കെ തിരുവനന്തപുരം എങ്ങനെയിരുന്നു എന്നും ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള നിലവാരം എങ്ങനെ നമ്മളിവിടെ എത്തി എന്നൊക്കെ ഉള്ളത് സൂര്യകൃഷ്ണമൂർത്തിയുടെ ജീവിതരേഖയുടെ ഭാഗം കൂടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല. പിന്നെ അതേ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഒരിക്കലും പെർഫോമേഴ്സിൻ്റെ അംഗീകാരം പെർഫോമേഴ്സിൻ്റെ പിന്നിലുള്ളവർക്ക് കിട്ടുകയില്ല. അതിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഗാനരചയിതാവ് കൂടിയായതുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് രാത്രി മുഴുവൻ പകലാക്കി എഴുതി കൊടുത്ത് തിരക്കില്ലാത്ത പാട്ടൊക്കെ എഴുതി കൊടുത്ത് അവസാനം പിന്നെ വലിയ പ്രഗത്ഭനായിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം ഒരു 3/4 മണിക്കൂർ കൊണ്ട് പാട്ട് തീർത്ത് പോകും. അദ്ദേഹത്തിൻ്റെ എഫർട്ടില്ലെന്നല്ല, അദ്ദേഹം 3/4 മണിക്കൂർ ഒരു പാട്ട് പാടണമെങ്കിൽ അദ്ദേഹം ജീവിതം മുഴുവൻ അത് പഠിച്ചെടുത്തതുകൊണ്ടാണ്. അതെല്ലാം തെറ്റെന്നല്ല. പക്ഷേ പാട്ട് നന്നായാൽ എന്താണ് പറയുന്നത്, അസാധ്യ പാട്ട് എങ്ങനെ പാടിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മുഖമില്ലാത്തവരല്ലേ, പാട്ട് എഴുതുന്നവരെ മ്യൂസിക് ഇടുന്നവരൊക്കെ മുഖമില്ലാത്തവർ. ഇപ്പം ചെറുതായിട്ടൊക്കെ ഈ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ചില മുഖങ്ങളും കൂടെ ചേരിച്ചിട്ടാണ് ഒരു പാട്ടുണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മൂർത്തിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്, പെർഫോമേഴ്സാണ്. അവരെ മുഴുവൻ നമ്മുടെ മുമ്പായി കൊണ്ടുവന്ന് പെർഫോം ചെയ്ത കൃഷ്ണമൂർത്തി എന്നൊരു വ്യക്തിയായിരുന്നുവെന്നും അന്ന് ഈ തരത്തിൽ കൺസീവ് ചെയ്യാനാണ് പ്രയാസം. കൺസീവ് ചെയ്യാൻ പ്രയാസം, കൂടെയുള്ളവരെ ഇതൊക്കെ പ്രായോഗികമാകുമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക അതിനേക്കാൾ പ്രയാസം. അന്നത്തെ കാലത്തൊക്കെ അംജദ് അലി ഖാനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവിടെ ആളും ബോധത്തിട്ടേ നടക്കാത്ത കാര്യം, ചുമ്മാ മൂർത്തി പറയാം, നടക്കാത്ത കാര്യങ്ങൾ അത് പറയുന്ന കാലമാണ്. ഇപ്പം അങ്ങനെ പറയില്ല. അപ്പം ഇത് കൺസീവ് ചെയ്യുക, ആ ലെവലിൽ കൺസീവ് ചെയ്യുക, നമ്മളെ ആ ലെവലിലേക്ക് ഒരു നഗരത്തെ ഉയർത്തുക എന്ന ഒരു വലിയ മഹത്തായ കർമ്മമാണ് മൂർത്തി തൻ്റെ ജീവിതം കൊണ്ട് അനുഷ്ഠിച്ചത്. ഈ വന്നുപോയ കലാകാരന്മാരും കൃഷ്ണമൂർത്തിയുമായിട്ടുള്ള ബന്ധവും ഞാൻ പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് അംജദ് അലി ഖാൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാൻ ഒരാൾക്ക് സമയം, പൈസ നഷ്ടപ്പെട്ടു പോയി, ബസ് പോയതോ ടിക്കറ്റ് കിട്ടാതെ. അംജദ് അലി ഖാൻ കംസ് ടു ദ റെസ്ക്യൂ ഇല്ലേ. നമ്മളാരെങ്കിലും അംജദ് അലി ഖാനെ കാണുന്നു നമ്മൾ, അല്ലെങ്കിൽ രവിശങ്കറെ കാണുന്നു, തൊഴുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നീഡുണ്ടെങ്കിൽ യു ക്യാൻ ഫോൺ എടുത്ത് വിളിക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. ഇന്ത്യയിലുള്ള ഏത് ആർട്ടിസ്റ്റും ഫോണെടുത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മൂർത്തിയുടെ ശബ്ദം വളരെ നല്ല ശബ്ദമാണ്, എനിക്ക് വലിയ അസൂയുള്ളൊരു ശബ്ദമാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ശബ്ദമാണ്. ആ ഫോൺ എടുത്ത് വെച്ച് സൂര്യകൃഷ്ണമൂർത്തിയാണെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള കലാകാരൻ എത്ര വലിയ കലാകാരനാണെങ്കിലും അയാൾ
6 മാസം കാത്തു നിന്നിട്ടാണ് ആളുകളെ കാണുന്നതെങ്കിലും ഈ വിൽ കം ടു ദ ലൈവ്. അതൊരു ചെറിയ നേട്ടമാണ്, അതൊരു വലിയ നേട്ടമാണ്. ഇന്ത്യയിലെ ഏത് കലാകാരനെയും സുഹൃത്തുക്കൾ ഫോട്ടോ എടുത്ത് വെച്ച് വിളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പരിമിതിയാണ്. ഈ നഗരത്തിൻ്റെ വലിയ കടപ്പാടിൻ്റെ ഒരു അംശമാണ്, ഒരു അംശപ്രദർശനമാണ്, അല്ലെങ്കിൽ ഒരു അംശപ്രകാശനമാണ് ഈ അവാർഡ് എന്ന് ഞാൻ പറയും. ഇതിനകത്ത് സത്യജിത്രയുടെ പേരിലുള്ളൊരു അവാർഡ് എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. സത്യജിത്രയെ പറ്റി ഞാൻ കൂടുതലും പറയുന്നത് ഇനി ഒരു അനുസ്മരണ പ്രഭാഷണം ഉണ്ടെന്ന് പറയുന്നില്ല, ഞാൻ പോകും, നേരത്തെ പറഞ്ഞേക്കാം. കാരണം ഞാൻ 5-6 ഇവിടെ കേട്ടല്ലോ, ബാക്കിയൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിക്കൂടാം. അപ്പോൾ അതുകൊണ്ടല്ല, കാരണം റേയെ പറ്റി പറഞ്ഞ് നമുക്ക് അവസാനിക്കുകയില്ല. ഒറ്റ കാര്യമേ എനിക്ക് സത്യജിത്രയുടെ ഇന്നത്തെ പ്രസക്തിയെ പറ്റി പറയാനുള്ളൂ. അത് ഈ ഫിലിം എന്ന് പറയുന്ന മീഡിയം, ജയരാജൻ ഒരു പ്രാക്ടീസിങ് ഫിലിം മേക്കർ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാനത് പറയുന്നത്. അപ്പുറത്തുള്ള ആളും അത്രയും തന്നെയൊക്കെയാണ്. പക്ഷേ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവരില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ആളുകൾ ആഗ്രഹിക്കുന്നത് കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആളുകളുടെ ആഗ്രഹം അത്ര ഉദാരവുമായിട്ടുള്ള ആഗ്രഹമാണ്. ജനറൽ പബ്ലിക് ഈസ് ഡ്രിവൺ ബൈ, അവരെ നയിക്കുന്നത് എന്താണ്? സമൂഹത്തിൽ നിലവിലിരിക്കുന്ന അത്ര കുലീനമല്ലാത്ത, കുലീനം എന്നുള്ള വാക്ക് ശരിയല്ല, അത്ര ഒരു നമ്മുടെ ടേസ്റ്റിന്റെ കാര്യത്തിൽ, അഭിരുചികളുടെ കാര്യത്തിൽ അത്ര കരണീയമൊന്നുമല്ലാത്ത മാനദണ്ഡങ്ങളാൽ നയിക്കപ്പെടുന്ന ആസ്വാദകർക്ക് അവർക്ക് വേണമെന്ന് തോന്നുന്നതൊക്കെ കൊടുക്കലാണോ ഒരു ഫിലിം മേക്കറിന്റെ ജോലി? ജീവിക്കുന്നതെന്ന് ചോദിക്കുക, അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ അവിടെയാണ് സത്യജിത്ര എന്ന് പറയുന്ന ഫിലിം മേക്കറുടെ ഒരു വലിയ ഗ്രേറ്റ്നെസ്. സത്യജിത്ര പതേർ പാഞ്ചാലി എടുക്കുമ്പോഴും ഇന്ത്യൻ ചലച്ചിത്ര രംഗം പതേർ പാഞ്ചാലി പോലെ ഒരു സിനിമ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല, പാകമായിരുന്നില്ല. ആ പാകമാകാത്തതിനെ പാകമാക്കി എടുക്കാൻ ഉള്ളൊരു വലിയ യജ്ഞമാണ് സത്യജിത്ര തന്റെ ജീവിതം കൊണ്ട് നടത്തിയത്. പിന്നീട് വന്ന എല്ലാ ചിത്രങ്ങളും സമൂഹത്തെ പാകമാക്കുകയാണ്. ഇന്നത്തെ സിനിമ ഇപ്പോൾ റീ റെക്കോർഡിങ്ങിനെ പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. പണ്ട് RR എന്നുള്ള സിനിമാക്കാർക്കിടയിൽ RR എന്ന് പറയുന്നല്ലാതെ സാധാരണ ജനങ്ങൾ ഈ പടത്തിന്റെ റീ റെക്കോർഡിങ്ങിനെ പറ്റി ഒന്നും ചിന്തിക്കില്ല. ഇപ്പോൾ റീ റെക്കോർഡിങ്ങിനെ പറ്റി ഒരു സാധാരണ പ്രേക്ഷകൻ സംസാരിക്കും, അഭിപ്രായം പറയും. അതെന്താണെന്നറിയാമോ? അതാണ് രസം. എത്രത്തോളം ഉച്ചത്തിൽ അതിനകത്ത് ശബ്ദം സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത്. വേറൊന്നുമല്ല, ഒരു സിനിമയുടെ തീമാറ്റിക് ആയിട്ടുള്ള ഔചിത്യത്തിന് വേണ്ട ശബ്ദ സന്നിവേശമാണോ എന്നല്ല ഈ പറയുന്നത്. ഹൗ ലൗഡ് ദ മ്യൂസിക് വാസ് എന്നുള്ളതിലാണ് നല്ല RR എന്ന് പറഞ്ഞു കേട്ട് നമ്മൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അത് എത്രമാത്രം ലൗഡായിരുന്നു അത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പുതിയ സംഗീതം പോലെ. ഞാൻ പറയുന്നത്, സമൂഹത്തിന്റെ ദിശ തെറ്റിപ്പോകുമ്പോൾ ആ തെറ്റായ ദിശയിലേക്ക് പിന്നെയും പടമെടുത്ത് ആളുകളെ കൊണ്ടുപോകാനല്ല ഒരു വലിയ ഫിലിം മേക്കറിന്റെ ദൗത്യം. നേരെ മറിച്ച് ഇതാണ്, ദിസ് ഈസ് ദ എസ്തെറ്റിക് പാത്ത്, ഇതിലെയാണ് പോകേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കലാണ്. അങ്ങനെ കാണിച്ചു കൊടുത്ത ഒരു മഹാനായ ചലച്ചിത്രകാരനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായി എനിക്ക് തോന്നുന്നത് 2 കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ചെറിയ മനസ്സിലെനിക്ക് പെട്ടെന്ന് ഒരു പ്രഭാഷണത്തിൽ പറയണമെന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നിശബ്ദതയെ ഉപയോഗിക്കാൻ ഇത്രയേറെ ആദ്യമായി നമ്മളോട് പറഞ്ഞത് സൈലൻസ്, ദ മ്യൂസിക് ഓഫ് സൈലൻസ്, ദ എക്സ്പ്രസീവ്നെസ് ഓഫ് സൈലൻസ്, ദ ഡെപ്ത് ഓഫ് സൈലൻസ്. അത് റേയുടെ പടത്തിലെ പോലെ ഞാൻ വേറെ എങ്ങും, അതിൻ്റെ എക്സാജറേഷനൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ റേയെ പോലെ ഇത്രയും ഔചിത്യപൂർണ്ണമായി സൈലൻസ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബംഗാളിലെ വീടുകളിലൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ പോയിട്ടുണ്ട്. ഈ വീടുകളിലെ ഫേർണിച്ചറും ആ വീടിന്റെ മുറികളുടെ ഒരു കിടപ്പും, വലിയ മുറികളാണ്. പഴയ ഇംഗ്ലീഷ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തുള്ള വലിയ ബംഗ്ലാവുകൾ, വലിയ ഈ കൽക്കത്തയിലെ പഴയ ബംഗ്ലാവുകൾ, ആ ബംഗ്ലാവുകളിലും വലിയ മുറികൾ, വലിയ ജനാലകൾ, അതിൻ്റെ ശൂന്യത, ഒരു ആർക്കൈക് ഫേർണിച്ചർ വളരെ അങ്ങനെ ഈ ക്രമം തെറ്റിയിട്ടിരിക്കുന്ന മുറികളിലൂടെ സംവേദനം ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ ഒരു കലാകാരൻ. അത് ആ മുറികൾ, കൽക്കത്തയിലെ മുറികൾ കണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാവും. 2, എനിക്ക് തോന്നുന്നത് ആത്യന്തികമായി റേ എന്ന് പറയുന്ന ചലച്ചിത്രകാരനെ നമ്മൾ സ്നേഹിക്കുന്നത്, അതുവരെ ആരും, നമ്മുടെ മലയാള സാഹിത്യത്തിലൊക്കെ സംഭവിച്ചത് തന്നെയാണ്, അതുവരെ ആരും
ഒരു ചലച്ചിത്രത്തിന് ആകാൻ സാധിക്കുന്നതാണ് എന്ന് വിചാരിക്കാത്ത കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ജീവിത പശ്ചാത്തലത്തെയും ചലച്ചിത്രം എന്ന് പറയുന്ന വലിയ മാധ്യമത്തിൽ കൊണ്ടുവന്ന് ആ കൊച്ചു മനുഷ്യരെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അന്യഥാ കൊച്ചു മനുഷ്യരെന്ന് പറയാവുന്ന കൊച്ചു മനുഷ്യരുടെ വലിയ സങ്കടങ്ങളെ, ഏകാന്തതകളെ ഒക്കെ മാഗ്നിഫൈ ചെയ്യുകയാണെന്ന്. സ്ക്രീൻ ഈസ് ആഫ്റ്റർ ഓൾ എ മാഗ്നിഫയർ. ആ മനുഷ്യ സ്നേഹത്തിന്റെ മാഗ്നിഫിക്കേഷനാണ് സത്യജിത്രയെ. എല്ലാത്തിനും അത് തന്നെയാണല്ലോ. ആ ഈ ശങ്കർ പറഞ്ഞ പോലെ വലിയ നമ്മൾ നെഞ്ചത്തടച്ച് കരയേണ്ട ദുഃഖമല്ല, നേർത്ത സങ്കടങ്ങൾ കൊണ്ട് ഈ തുന്നിയെടുക്കുന്ന ആ ജീവിതം. അത് വലിയ സങ്കടങ്ങളെക്കാളും നമ്മളെ പിന്തുടരും എന്നുള്ളതാണ്. വലിയ സങ്കടങ്ങളെക്കാളും കൊച്ചു സങ്കടങ്ങൾ നമ്മളെ പിന്തുടരും. ആ കൊച്ചു മനുഷ്യരുടെ കൊച്ചു സങ്കടങ്ങളെ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മഹത്തായ ഒരു ലെഗസി നമുക്ക് തന്നുപോയ ഈ ചലച്ചിത്രകാരന് മനുഷ്യത്വമുള്ള നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ചലച്ചിത്രം എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനം തന്നെയാണ് ഇന്നും ഇന്ത്യൻ സിനിമയിലെ നല്ല ചലച്ചിത്രത്തിന്റെ വഴി നിർണ്ണയിക്കുന്നത് എന്നുകൂടി പറയാതിരിക്കാൻ വൃത്തിയില്ല. ഇവിടെ ഓരോരോ സിനിമയിലൊക്കെ കാത് പൊട്ടിക്കുന്ന ശബ്ദഘോഷങ്ങളുടെ ഘോഷയാത്ര നടന്ന് ഇന്ത്യൻ സിനിമ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ നിശബ്ദത കൊണ്ടും നിഴല് കൊണ്ടും കവിത എഴുതാം എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രകാരനുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് പുതിയ ചലച്ചിത്രകാരന്മാർക്കും ഈ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നവർക്കും എല്ലാം ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് എന്നും ലോക സിനിമയിലും ഇന്ത്യൻ സിനിമയിലും സത്യജിത്ര എന്ന് പറയുന്ന ദീപഗോപുരം നിലകൊള്ളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലികൾ മാത്രം അർപ്പിച്ചുകൊണ്ട് ഈ അവാർഡ് ജേതാക്കൾക്ക് സമർഹമായ കൈകളിലെത്തുന്ന അവാർഡ് അവർക്ക് കൂടുതൽ കീർത്തി ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സത്യജിത് റേ എന്ന വിശ്വ ചലച്ചിത്രകാരനെ ആദ്യമായും അവസാനമായും കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന ലോക നിലവാരമുള്ള സംഘാടകൻ തന്റെ പുരുഷായുസിനെ കേരളത്തിന്റെ സാംസ്കാരിക സമൃദ്ധിക്ക് വേണ്ടി സമർപ്പിച്ച കർമ്മയോഗി സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ സത്യജിത് റായ് സ്മൃതി പുരസ്കാരം 2026 കൾച്ചറൽ ഐക്കോൺ അവാർഡ് നൽകി ആദരിക്കുന്നു. അവാർഡ് നൽകാൻ ജയകുമാർ സാറിനെയും ഏറ്റുവാങ്ങാൻ കൃഷ്ണമൂർത്തി സാറിനെയും ക്ഷണിക്കുന്നു. സത്യജിത് റേയുടെ ചലച്ചിത്ര പൈതൃകം പിന്തുടർന്ന് ഹ്യൂമനിസത്തിന്റെയും റിയലിസത്തിന്റെയും വഴികളിലൂടെ ദേശീയവും അന്തർദേശീയവുമായ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാളത്തിന് നേടിത്തന്ന ചലച്ചിത്രകാരൻ ശ്രീ ജയരാജനെ സമഗ്ര സംഭാവനയ്ക്കുള്ള സത്യജിത് റേ സ്മൃതി പുരസ്കാരമായ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുന്നു. ആദ്യ ചിത്രമായ ആദിമധ്യാന്തത്തിലൂടെ സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടി ശ്രദ്ധേയനായ ഷെറി ഗോവിന്ദ് തുടർച്ചയായി ഫീച്ചർ, ഷോർട്സ്, ഡോക്യുമെന്ററി സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെടുന്ന മലയാളി സംവിധായകൻ. കായ്ക്കങ്ങ എന്ന അദ്ദേഹത്തിന്റെ സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രിയപ്പെട്ട സിനിമ എന്ന പ്രശംസ പിടിച്ചുപറ്റിയ ചലച്ചിത്ര രചനയാണ്.